ഞാൻ നിൻസി മറിയം മോൺട്ലി, ട്രിവാൻഡ്രത്തു നിന്നാണ്. ഒരു സൈക്കോളജിസ്റ്റാണ്, ഒരു ആർട്ടിസ്റ്റാണ്, അതിനു പുറമെ വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരാളും കൂടിയാണ്. ട്രോമാറ്റിക് പാരാപ്ലീജിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ കാരണമാണ് ഞാൻ വീൽ ചെയറിലായത്. അല്പം കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2014 ഞാനൊരു ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ എൻ്റെ സ്പൈനൽ കോഡ് ഇഞ്ചേർഡായി, നെഞ്ചിന് താഴോട്ട് തളർന്നു പോയി. അതായത് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് പകരം എനിക്കൊരു ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അതിൽ പെർമനൻറ്റ് ഡിസേബിലിറ്റി എന്നും ഡോക്ടേഴ്സ് എഴുതി ഒപ്പിട്ടത്. എൻ്റെ ലൈഫിലെ റോൾ മോഡൽസ് ആരാണെന്നുള്ള ചോദ്യം പലപ്പോഴും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരിക്കലും മാറാതെ എപ്പോഴും ആദ്യം വരുന്നത് പപ്പയുടെയും മമ്മിയുടെയും മുഖം തന്നെയാണ്. വളർന്നു വന്നപ്പോൾ തന്നെ എനിക്ക് അവരെ പ്രൗഡാക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു എനിക്ക്. പിന്നീട് പപ്പ ജോലിയുടെ ഭാഗമായിട്ട് ഗൾഫിലോട്ട് മാറി നിൽക്കുമ്പോൾ പോലും പപ്പ ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുത്തിരുന്നു. ഞാൻ ദൂരത്തായിരിക്കുമ്പോഴും എല്ലാ ദിവസവും മക്കളും ഭാര്യയുമായിട്ട് സംസാരിക്കുവാൻ അവസരം ഉണ്ടാക്കിയിരുന്നു, അത് നടത്തിയിരുന്നു വിത്തൗട്ട് എനി ഫെയിൽ എന്നുള്ളതാണ്. പപ്പയും മമ്മിയും ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞാനും ചേച്ചി ഞങ്ങൾക്ക് കൊച്ചിലേ മുതൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ തന്നാ വളർത്തിയത്. തനിയെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും, ഈവൻ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുക, പണം കൊടുത്ത് ബാക്കി ബാലൻസ് മേടിക്കുക, അങ്ങനെ ഓരോ, അതുപോലെ ഗവൺമെൻറ് കാര്യങ്ങളിൽ കോർപ്പറേഷനിൽ പോകുന്നതോ ടാക്സ് അടയ്ക്കുന്നതോ അന്ന് നേരിട്ട് പോവുകയൊക്കെ വേണ്ടി വരുന്ന സമയത്ത് അതും അവരെ കൊണ്ട് തന്നെ, രണ്ടുപേരെ കൊണ്ട് തന്നെ നടത്തി അവർ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെ ജീവിക്കണമെന്നുള്ള ആ ഒരു പ്രത്യേക ആഗ്രഹത്തിൽ അവർ മുമ്പോട്ട് നയിക്കുകയായിരുന്നു. ആ ഒരു ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമുള്ള വിഷയം എവിടെയാണെങ്കിലും അത് ഞാൻ പഠിക്കാൻ പോകും എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചായിരുന്നു. അങ്ങനെ പപ്പയുടെയും മമ്മിയുടെയും അഭിമാനമാണ് ഞാൻ എന്നുള്ള കോൺഫിഡൻസുമായി തല ഉയർത്തി ഞാൻ ബാംഗ്ലൂരിലോട്ട് പോയി. പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നൊരു പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാനായിട്ട് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ചേർന്നു. അവിടെയും തുടക്കം ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുക, കലാപരിപാടികളിലും എല്ലാം പങ്കെടുക്കുക. ഇൻഫാക്ട് ഫസ്റ്റ് ഇയറിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ച 2 കുട്ടികളിൽ ഒരാൾ ഞാനായിരുന്നു. പക്ഷേ ഈ ഡിസ്റ്റിങ്ഷൻ്റെ റിസൾട്ട് വന്ന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ സംഭവം നടക്കുന്ന രാത്രി, ആ ദിവസവും അതിന് മുൻപുള്ള കുറച്ച് ദിവസങ്ങളും എനിക്ക് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ അന്ന് ആ സംഭവം നടക്കുന്ന ആ രാത്രി തന്നെ എനിക്ക് ആകെ വല്ലാതെ തോന്നി, ഇവൾക്ക് തന്നെ എന്തോ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നി. ഞാൻ അവളെ വിളിച്ചായിരുന്നു, ചോദിച്ചു എല്ലാം ഓക്കെ അല്ലേ നിൻസി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ എന്നൊക്കെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാണ്. എല്ലാം ഓക്കെയാണ് ചേച്ചി, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഫോൺ വെച്ചെങ്കിലും എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല, എന്തോ സംതിങ് ഈസ് നോട്ട് റൈറ്റ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. അത് അന്നായിരുന്നാലും ഇന്നായിരുന്നാലും അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് ശരിക്കും എനിക്ക് എൻ്റെ മനസ്സിൽ അറിയാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്കും അവളുമായിട്ടുള്ള ബന്ധം. പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ എനിക്ക് എന്നെ തന്നെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാരണം പറയാൻ പറ്റിയിരുന്നെങ്കിലും. പക്ഷെ ഇല്ല കേട്ടോ, ഒരു തെറ്റായ പ്രണയബന്ധത്തിലായതായിരുന്നു എൻ്റെ റീസൺ. ഒരു ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഞാനത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. എന്നെ തളർത്തുകയും എൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുകയും ചെയ്തൊരു റിലേഷൻഷിപ്പ്. ജാനുവരി 22 ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. 23 സംസാരിച്ചില്ല. 24 ഏർലി മോർണിംഗിലാണ്, അതായത് 23 നൈറ്റിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇന്നിപ്പോൾ പറയുമ്പോൾ നമുക്കൊരു ഡേറ്റ് ഉണ്ട്, ജാനുവരി 23, 2014 കോളേജ് ഹോസ്റ്റലിൻ്റെ ടെറസിൽ നിന്ന് ഞാൻ എടുത്ത് ചാടി. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഡേറ്റിനൊക്കെ വളരെ മുൻപ് തന്നെ മനസ്സുകൊണ്ട് ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഉറക്കത്തിലാണ് എൻ്റെ ഭാര്യ എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ നിൻസി മറിഞ്ഞു വീണു, തെന്നി വീണു, ഹോസ്പിറ്റലാണ്, ICUവിലാണ്. ഉടനെ തന്നെ അടുത്ത ദിവസം രാവിലെ പല അപ്പോയിൻമെൻ്റ് ഉണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. ആദ്യം പറയുമ്പോൾ 90%, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, 70% താഴോട്ട് പോകുന്നു, 50%. ആ യാത്രയിലുടനീളം എൻ്റെ മനസ്സിൽ കടന്നുപോയത് ഈ 50% താഴെ പോയി പിന്നീടുള്ള അപ്ഡേറ്റ് അറിയുന്നില്ല, യാത്രയിലായിരുന്നുകൊണ്ട്. ഓക്കെ, ഇവളെ മരിക്കാൻ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇവളെ കൂടുളഞ്ഞിയിൽ കൊണ്ടുവരണമല്ലോ, അതിനുള്ള അറേഞ്ച്മെൻറ്റ് നടത്തണമല്ലോ. മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ 2 കല്ലറയുണ്ട്, ഒന്ന് എൻ്റെ അമ്മയെ അടക്കിയിരിക്കുന്ന കല്ലറയുണ്ട്, ഒന്ന് പുതിയ ബ്രാൻഡ് ന്യൂ കല്ലറയും ഉണ്ടാക്കിയിട്ടിരുന്നു. അപ്പോൾ ഇതിലേതിലടക്കണം? ഇതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്തകൾ. എന്ത് തീരുമാനം എടുക്കണം, ഇതൊക്കെ ഉടനെ എടുപിടിയും തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. അവളെ വേറെ എവിടെയെങ്കിലും യാത്ര കൊണ്ടുപോകേണ്ടത് ആവശ്യം വരുമോ, രക്ഷിക്കാൻ സാധിക്കുമോ, ഒക്കെ ആകെ സംഘർഷഭരിതമായ ഒരു രാത്രിയും ആ പകലുമായിരുന്നു. ഈ പ്രശ്നങ്ങളെയൊക്കെ വഷളാക്കിയത് ഞാൻ ആരോടും സഹായം ചോദിച്ചില്ല എന്ന കാര്യമാണ്.
ഞാൻ ആരോടും തുറന്നു പറഞ്ഞില്ല എൻ്റെ മനസ്സിലൂടെ എന്താ കടന്നു പോകുന്നതെന്ന്. അതിനു പകരം ഞാൻ എല്ലാരിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചത്. ഈ പറയുന്ന ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ പോലും എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ എന്നോട് പറഞ്ഞിരുന്നത് ഇല്ല, ഇതൊക്കെ ചിന്തകൾ മാത്രം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം എന്താ, സൂയിസൈഡ് ഇസ് ഫോർ കവേർഡ്സ് അല്ലേ, ഭീരുക്കൾ ആത്മഹത്യ ചെയ്യുന്നേ എന്നൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ അവരുടെ വിധി നമ്മളെ അറിയിച്ചു. കാരണം അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രോമാറ്റിക് പാരപ്ലജിക്കാണ്. നെഞ്ചിന് താഴോട്ട് സെൻസേഷനും മൂവ്മെൻറ്റും ഇല്ലാതെ, 2 കൈ ഒടിഞ്ഞ് കാസ്റ്റിട്ട്, കാലിൽ പൊട്ടൽ വന്ന് കാസ്റ്റിട്ട്, കഴുത്തിൽ പൊട്ടൽ കാരണം കോളറിട്ട്, അങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന സമയം ഞാൻ ആലോചിച്ചു, അയ്യോ ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന്. അതെനിക്ക് വിശ്വസിക്കാനാവാത്തതുപോലെ. അവിടുത്തെ ചികിത്സകൾ കഴിഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വീടിൻ്റെ പരിസരം അവൾക്ക് അനുയോജ്യമായ രീതിയിൽ ബാത്റൂംസും അവൾക്ക് കയറി ഇറങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് കംപ്ലീറ്റ്ലി അതിനെ ട്രാൻസ്ഫോം ചെയ്ത് അവളെ നാട്ടിൽ കൊണ്ടുവന്നു. ആദ്യത്തെ ചികിത്സ സഞ്ജീവനി ഹോസ്പിറ്റൽ കൊല്ലകടവിൽ നടത്തി. ഒരു രോഗിയായിട്ട് കിടക്കുന്ന സമയം എനിക്ക് എന്നോട് തന്നെ തോന്നിയത് വെറുപ്പാണ്, നിസ്സഹായതയും കുറ്റബോധവും. എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കുന്നത് അസഹനീയമായിരുന്നു. ഞാൻ എൻ്റെ തന്നെ ഏറ്റവും വലിയ ശത്രുവായി മാറി. പപ്പയുടെയും മമ്മിയുടെ അഭിമാനം എന്ന് പറയുന്നത് ഒരു അപമാനമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഭാര്യ ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും അവളോടൊപ്പം എപ്പോഴും അവളുടെ കാര്യങ്ങളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കി ഇപ്പോഴും അത് നടത്തിയെടുക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ വണ്ടിയിലോ മറ്റുള്ളിടത്തോ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ, എടുത്തിരുത്തണമെങ്കിൽ, എയർപോർട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്തതിനാൽ നമുക്ക് പലയിടത്തും അവളെ പൊക്കിയെടുത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം. ആ സമയങ്ങളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എനിക്കും അവളെ പൊക്കിയെടുത്ത് ഇരുത്താനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബൈബിളിൽ പറയുന്നത് ദൈവം സ്നേഹമാണെന്ന്. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഈ സ്നേഹത്തെ എനിക്ക് പല രീതിയിൽ, പല രൂപത്തിലും ഭാവത്തിലും കാണിച്ചു തന്നു എന്ന്. ആദ്യം മുതൽ ഈ നിമിഷം വരെ എൻ്റെ ഒപ്പം മാറാതെ നിൽക്കുന്ന എൻ്റെ അമ്മയായി, എന്നെ ഇപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കോരിയെടുക്കുന്ന എൻ്റെ പപ്പയായി, എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ധൈര്യം തന്ന് ഓർമ്മപ്പെടുത്തുന്ന ചേച്ചിയും ചേട്ടനുമായി, കൊച്ചുമമ്മി കൊച്ചുമമ്മി എന്ന് വിളിച്ച് പിറകെ കളിയും ചിരിയായിട്ട് ഓടി വരുന്ന പിള്ളേരായി, എൻ്റെ സുഹൃത്തുക്കളായി, അധ്യാപകരായി, ഫിസിയോതെറാപ്പിസ്റ്റുകളായി, ഡോക്ടേഴ്സായി, അങ്ങനെ പലരുമായി ദൈവം എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് പിടിച്ചു കയറാനുള്ള കുറേ വഴികളൊരുക്കി. അവൾ എൻ്റെ അനിയത്തിയാണെങ്കിലും എനിക്ക് അവൾ എൻ്റെ ഒരു മോളെ പോലെ തന്നെയാണ്. പിന്നെ അങ്ങനെ സംഭവിച്ചു, എല്ലാവരെയും ജീവിതത്തിൽ നല്ലതും മോശമായിട്ടുള്ള അന്ന് ഒരു ബാഡ് ഡേ ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. അതിൽ നിന്നുമെല്ലാം അവൾ റിക്കവർ ചെയ്ത് അവൾ പയ്യെ അവൾ ജീവിക്കുന്നു. അങ്ങനെ പയ്യെ ഞാനൊന്ന് മരിക്കാത്തതിന് ചില നല്ല ഉദ്ദേശങ്ങളുണ്ട് എന്നെനിക്ക് തോന്നി തുടങ്ങി. ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ, അങ്ങനെയൊന്നും പറയാനുള്ള കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷേ 2015 അതായത് ഇതാണ്ട് ഒരു വർഷത്തിന് ശേഷം പാലിയം ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഡിസേബിലിറ്റീസ് ഉള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഒരു എക്സിബിഷൻ നടത്തി. അപ്പോൾ അതിൽ എൻ്റെ പടങ്ങളും പ്രദർശിപ്പിച്ചു. അപ്പോൾ അന്ന് കുറേ പേര് വന്നു, ചിലരൊക്കെ എൻ്റെ പടങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു, കുറേ പേര് എന്നെ അഭിനന്ദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചിന്തിച്ചു, എനിക്കും കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലേ, ഞാൻ വെറുതെ അല്ല പടം വരച്ചുകൊണ്ടിരുന്നത്, അതിനൊക്കെ എന്തൊക്കെയോ ഗുണമുണ്ടായി എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. അപ്പോൾ ഓരോ മാനസികമായി തളർന്നിരിക്കുന്ന ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും അവിടെ എൻ്റെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് എൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സൂയിസൈഡലായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്കവിടെ ഉറപ്പാണ് എൻ്റെ ഈ പറഞ്ഞ ജീവിതാനുഭവങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ഈ ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി ഓൾ മൈ എക്സ്പീരിയൻസസ് മാറ്റർ എന്ന്. ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ പല സ്വപ്നങ്ങളും ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയി, ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിൽ പോലും എനിക്ക് പുതിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റുമെന്ന്. അവളെ ഏറ്റവും കൂടുതൽ ജീവിതത്തിലേക്ക് നടത്തുവാൻ കൂടുതൽ സഹായിച്ചത് അവളുടെ കൂട്ടുകാരാണ്. അവളുടെ ഏജ് വെച്ചിട്ട് ആ കൂട്ടുകാർക്കാണ് അപ്പനെ അമ്മയെക്കാളും കൂടുതൽ അവളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സഹായിക്കാൻ സാധിച്ചിരുന്നു. മുമ്പോട്ടുള്ള യാത്രയിൽ ഈ നേച്ചറുമായിട്ട്, പ്രത്യേകിച്ച് ബീച്ചിലും കടൽപ്പുറത്തും അവിടെ ഇവിടെയെല്ലാം പൂന്തോട്ടത്തിലും അവരുടെ കല്യാണങ്ങൾക്കും വന്ന് അവളെ കൊണ്ടുപോവുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവളെ പങ്കെടുപ്പിക്കുവാൻ അവരെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെയും പ്രതീക്ഷ. തന്നെയാണ് ഞങ്ങളെക്കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ അവളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരുന്നു, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നൊരവസ്ഥ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും കൂടെ ആണെന്നുണ്ടെങ്കിൽ പുറത്തു പോകാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അത് എപ്പോഴും ഫാമിലിയുടെ ഒപ്പം അല്ലെങ്കിൽ പ്രായമുള്ളവരൊപ്പം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഏജിലുള്ളവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് ഒരു വിഷമം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോകുന്നത് ഞാൻ എപ്പോഴും ഒത്തിരി എൻജോയ് ചെയ്തു, അതിനുവേണ്ടി കാത്തിരിക്കുക.
ഈവൻ ഒരു സ്ഥലത്ത് പോകുന്നതിനേക്കാളേറെ ആ കാറിൽ ഇരുന്നൊരു ഉള്ള യാത്രയാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത്. എൻ്റെ അനുഭവത്തിൽ ഏത് വ്യക്തി, ഏത് രോഗിയാണെങ്കിലും, വാർദ്ധക്യ സഹജമായ കട്ടിൽ കിടക്കുന്നവരാണെങ്കിലും അല്ലാതെയുള്ളവരും ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ, സൂര്യൻ, വെട്ടം, വെളിച്ചം, ചെടികൾ, കിളികൾ, പൂക്കൾ, ഇവയുമായിട്ട് അവരെ കണക്ട് ചെയ്യാൻ ആരും ശ്രമിക്കാറില്ല. അതിലൂടെ അവർക്ക് പ്രായമായവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും മധ്യവയസ്കരാണെങ്കിലും ഈ അവസ്ഥയിലായിരിക്കുന്നവർക്ക് ആ നേച്ചറുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നെങ്കിൽ ശാരീരികമായി മാനസികമായി അവർക്ക് ഒരുപോലെ ഉത്തേജനം ലഭിക്കുകയും പൂർണ്ണമായും അവർ ഒരു സന്തോഷാവസ്ഥയിലേക്ക് അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അത് നടത്തിയെടുക്കാൻ എത്ര പേർക്ക് സാധിക്കില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ അനുയോജ്യമായ രീതിയിൽ റാമ്പില്ലെങ്കിൽ എടുത്താണെങ്കിൽ അവരെ വീൽ ചെയറിൽ വെളിയിൽ കൊണ്ടുവന്ന് നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിരിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, വ്യക്തമായ അഭിപ്രായം. അങ്ങനെ ഒരു വ്യക്തിയാണ് നിതിൻ. അവൻ ഇപ്പോൾ ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂളിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ടാണ്. പക്ഷേ അവൻ എല്ലാ തവണയും നാട്ടിൽ വരുമ്പോഴത്തേക്ക് എന്നോട് നേരത്തെ അറിയിക്കും, ഞാൻ ഇന്ന സമയമാകുമ്പോൾ എത്തും, നമുക്ക് പുറത്ത് പോകണം, പ്ലാൻ ചെയ്ത് വെച്ചോണം, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. പ്ലാനൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ അവൻ വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 2013 ഒരു സിനിമയ്ക്ക് പോയതിന് ശേഷം പിന്നെ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അതിനുശേഷം ആക്ച്വലി ഹോസ്പിറ്റൽ, വീട്, ഫാമിലി എന്നുള്ളതിനപ്പുറത്തോട്ട് പുറത്തേക്ക് ഒരു ഫ്രണ്ട്സിനുമായിട്ട് പോകാൻ പറ്റിയില്ല എന്ന് എന്നോട് സൂചിപ്പിച്ചിരുന്ന സമയത്ത് ഐ ഫെൽറ്റ് ദാറ്റ് ഓക്കെ ഐ ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. സോ ആ സമയത്ത് നിൻസി വീൽ ചെയർ ബൗണ്ടാണ്. സോ നിൻസി എവിടെയെങ്കിലും കൊണ്ടുപോകാൻ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതുവരെ പറഞ്ഞത് എൻ്റെ കഥയാണെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഡിസേബിലിറ്റീസ് ഉള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഡിസേബിലിറ്റീസ് ഉള്ളവർക്ക് ശരിക്കും ഡിസേബിലിറ്റീസ് ആണ് എന്ന് തോന്നുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒരു സ്വതന്ത്രമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, എന്തിനു പറയുന്നത്, സാധാരണ ഒരു ബസ്സിൽ കയറി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ, സ്ഥിര വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ, എന്നെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച പപ്പയും മമ്മിയും പ്രായമായി വരുമ്പോൾ അവരെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ പറ്റാതെ വരുമ്പോൾ, ഈ സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ ഡിസേബിലിറ്റീസ് വലുതാണെന്ന് തോന്നും. അപ്പോൾ അല്പനിമിഷത്തേക്കെങ്കിലും ഞാൻ എൻ്റെ എബിലിറ്റീസ് മറന്ന് അയ്യോ ഞാൻ ഇങ്ങനെയായി പോയല്ലോ, ഞാൻ എന്തുകൊണ്ടന്ന് മരിച്ചില്ല എന്ന് വരെ ഈ പോയിന്റ് വരെ ഇപ്പോൾ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ പോലും ട്രിവാൻഡ്രം സിറ്റിക്കകത്താണെങ്കിൽ ഒരു വീൽ ചെയർ ബൗണ്ടായിട്ടുള്ള ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. മാനസികമായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ധൈര്യം തന്നത് പ്രത്യേകിച്ച് ഈ സ്കൂളിലെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. ഈ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവരെന്നെ ഓർമ്മപ്പെടുത്തുമായിരുന്നു പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു. ഇല്ല, നിൻസി ബോൾഡാണ്, നിൻസിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും, വേറെ ആർക്കും പറ്റിയില്ലെങ്കിലും യു വിൽ ബി ഏബിൾ ടു ഓവർകം ദിസ് എന്നുള്ള രീതിയിൽ പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ട്. നിൻസി സ്കൂളിലെ ഒരു ഹൈ അച്ചീവർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷമാണെങ്കിൽ പോലും നിൻസിയുടെ ആ ഒരു മോട്ടിവേഷനും അംബീഷനൊന്നും അതിനെ അഫക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. നിൻസിയുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് തന്നെ നിൻസിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിൻസി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാനൊരു ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയും ദൈവത്തിനോട് നന്ദി പറയുന്നൊരു വ്യക്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചേച്ചിയാണ് കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ഓക്കെ ഞാൻ ജീവിച്ചിരുന്നത് ചേച്ചിക്ക് വേണ്ടിയാ എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവൾ നല്ല രീതിയിൽ അവൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റായിട്ട് അവൾ വളർന്നു വരുന്നു. ഒത്തിരി പേരെ സഹായിക്കാൻ അവൾ ആഗ്രഹിക്കുന്ന പോലെ അവളുടെ ജീവിതത്തിലൂടെ പറഞ്ഞ് വേറെ ആർക്കും ഇങ്ങനെ അവൾക്ക് ഏതെങ്കിലും ഒരു മനുഷ്യനെയെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ ഒരാളെ സഹായിക്കാൻ കഴിയും എന്നുള്ള അവളുടെ വിശ്വാസവും അതിനുവേണ്ടി അവൾ പ്രവർത്തിക്കുന്നതും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അഭിമാനമാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ തരുന്നുണ്ടാവും. ആ കുട്ടിക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കും തീർച്ചയായിട്ടും പറ്റും എന്നൊരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ടാവും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ, ഐ എം ബ്ലെസ്ഡ്.